നമസ്കാരം. യു പിയിൽ ഒരു കൊലപാതകം നടന്നിട്ടുണ്ട്. ജയ് ശ്രീരാം വിളിച്ചിട്ടല്ല, ഗോമാതാവ് തന്നെ തിന്നെന്ന് പറഞ്ഞിട്ടാ, അറുത്തെന്ന് പറഞ്ഞിട്ടാ അല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ കുണ്ടനജോ കിളിമാനൂർ ഉസ്താദ് ബാക്കി സുടുക്കളൊന്നും അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. അവരിത് കൊടുക്കുകയില്ല. പിന്നെ നമ്മുടെ കേരളത്തിലൊരു വാർത്ത കൊടുത്തിട്ടുണ്ട്, അത് കൊലപാതകം എന്ന് പറഞ്ഞിട്ടാണ്. അത് ഏത് ന്യൂസ് ചാനലാണ്, അതിന്റെ പേരൊന്നും ഞാൻ പറയണ്ടല്ല, നിങ്ങൾക്ക് തന്നെ അറിയാം. 6 മുസ്ലിം യുവാക്കൾ കൂടിയിട്ട് ഒരു ഹിന്ദു പയ്യനെ കഴുത്തറുത്തും കുത്തിയും കൊന്നിട്ടുണ്ട്. ഈ പെരുന്നാളിന് നടന്നാണ്. അവന്റെ വീട്ടിലിരിക്കുമ്പോൾ അവനെ നിർബന്ധിച്ച് വിളിച്ചിട്ട് വന്ന്, ആ പയ്യൻ പറഞ്ഞാണ് ഞാൻ വരണില്ല എന്ന് പറഞ്ഞിട്ടും ഇവരെല്ലാരും കൂടി നിർബന്ധിച്ച് വിളിച്ചിട്ട് വന്ന് അവരുടെ വീട്ടിൽ കൊണ്ടുവന്ന്, അതിനു മുമ്പ് ഇവർക്ക് ആടിനെ കട്ട് ചെയ്യണത് കാണണമെന്ന് പറഞ്ഞ്. അപ്പൊ എന്നാ ഇവൻ പറഞ്ഞ് ഞാനില്ല, നിങ്ങൾ പൊക്കോ, എനിക്ക് കാണണ്ടെന്ന് പറഞ്ഞ് ഇവനെ കുറെ നിർബന്ധിച്ച് ഇവൻ അത് കഴിഞ്ഞ് ഇറങ്ങിപ്പോയപ്പോ പോയ വഴിയിൽ വെച്ചിട്ട് ഇവനെ അവിടെ തടഞ്ഞു നിർത്തി കുത്തിക്കൊന്ന്. അപ്പൊ നിങ്ങൾ ഓർക്കും കൊലപാതകമല്ലേ, അതും മതവും തമ്മിൽ എന്താ ബന്ധമുണ്ട്. ഈ കൊന്ന പയ്യൻ രക്ഷപ്പെട്ടിട്ട് അവന്റെ ഇൻസ്റ്റാഗ്രാമില് അവന്റെ മതത്തിന്റെയും പഠിച്ച ആ പാഠത്തിന്റെയും ഗുണം അവൻ അവിടെ എഴുതി വെച്ച്, ഞാൻ ഈ ചെയ്ത കൊലപാതകത്തിൽ സ്വർഗത്തിൽ എന്തൊക്കെ കിട്ടുമെന്നുള്ള അവൻ ആ ഇൻസ്റ്റാഗ്രാമിൽ എഴുതി വെച്ച്. അത് കേട്ടത് യോഗിയാണ്. അപ്പോഴേ സ്വർഗത്തിലേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ട്. പക്ഷേ പ്രശ്നം അവിടെ തീരുന്നില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ആൾക്കാരുടെ, ഹിന്ദുക്കളുടെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ കൊന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ബാക്കി 6 പേരെയും പിടിച്ചില്ല, അവരെയും കൊല്ലണമെന്നാണ്. എല്ലാവരും ഒരേ തെറ്റ് തന്നെയല്ലേ ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്തായാലും യോഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്യാസി വര്യനാണ്, സന്യാസി ശ്രേഷ്ഠനാണ്. അപ്പോ ഹിന്ദുക്കളുടെ മനസ്സറിയാതെ ഇരിക്കൂല എന്നുള്ളതാണ് എന്റെ വിശ്വാസം. ഈ യു പിയിൽ ഒരു കൊലപാതകം നടന്നത് ഇത്ര കണ്ട് നിങ്ങൾ പറയാ ഒരു വാർത്തയേക്കണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, യു പിനെക്കാട്ടിയും നമ്മൾ പേടിക്കുന്നത് കേരളത്തിനെയാണ്. അവിടത്തേനെക്കാട്ടിയും കൂടുതൽ തീവ്രവാദികളുള്ളത് ഈ കേരളത്തിലാണ്. നിങ്ങൾ അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ വേറെ എങ്ങോട്ടും പോകേണ്ട, വേറെ ഒരു ചരിത്രവും വേണ്ട, എന്റെ കമന്റ് ബോക്സ് നോക്കിയാൽ മതി. എന്റെ കമന്റ് ബോക്സ് നോക്കിക്കോ, ഇതല്ലെങ്കിൽ ഇതിന്റെ താഴത്തേക്കുള്ളത് നോക്കിക്കോ, ഇതിലെന്തായാലും വരാതിരിക്കൂല. നിങ്ങളൊന്ന് നോക്കിയാൽ മതി, ഒന്ന് ജസ്റ്റ് വാച്ച് ചെയ്താൽ മതി. പിന്നെ ഇവിടുത്തെ ഈ അന്തംകമ്മി പാർട്ടിയിലും കുങ്ങി പാർട്ടിയിലും നിൽക്കുന്ന ഹിന്ദുക്കളോട് തലയ്ക്കോളം ഇല്ല എന്നുണ്ടെങ്കിൽ ഇറങ്ങിപ്പോവും. നിങ്ങൾ BJP-യിലേക്ക് വരണ്ട, ഒരു പാർട്ടിയിലും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോവും. അഭിമന്യുവിന്റെ അവസ്ഥ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, ആ പയ്യൻ എന്ത് തെറ്റാണ് ചെയ്തത്? ഒറ്റ കാര്യം ചോദിച്ചുള്ളൂ. ഇവിടെ RSSന്റെ പേര് പറഞ്ഞിട്ട് ഹിന്ദുക്കൾക്ക് ഇട്ട് നല്ല താങ്ങാനില്ല എന്നൊരു ചോദ്യം ആ പയ്യൻ ചോദിച്ചു പോയി. അതിനങ്ങോട്ട് കൊന്നു കളഞ്ഞു. ആരെയൊക്കെ അറസ്റ്റ് ചെയ്ത്, ആരൊക്കെ ജയിലിൽ പോയി? നിങ്ങൾ ആരെങ്കിലും തിരക്കാറുണ്ടാ? കുറെ പൈസ പിരിച്ചിട്ട് ഇവര് തട്ടിയെടുത്തെന്നുള്ള വാർത്തയൊക്കെ നമ്മൾ കേട്ട്. പക്ഷെ ആരെയൊക്കെ അറസ്റ്റ് ചെയ്ത് എന്താന്നുള്ള ഒരു വാർത്തയും നമ്മൾ കേട്ടില്ല. അപ്പൊ അതുകൊണ്ട് പൊന്നു മക്കളെ, ജീവൻ വേണമെന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ ഇറങ്ങി മാറി ഓടിപ്പോക്കൂ. ഇതിപ്പോ കോൺഗ്രസ് പാർട്ടിയാണ് ഇപ്പൊ അതിന്റെ മുകളിൽ അട്ടിപ്പേറ് കിടക്കുന്നത്.